കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിഷേധം നടന്ന കാഠ്മണ്ഡു ഉൾപ്പെടെയുള്ള നേപ്പാളിലെ പല പ്രദേശങ്ങളിലും റിപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. ഇന്ത്യൻ മാധ്യമപ്രവർത്തകർ നമ്മൾ ഉൾപ്പെടെയുള്ള പലരോടും നാട്ടുകാരും ഒക്കെ പറയുന്നത് നിങ്ങൾക്കിവിടെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. വലിയ പ്രതിബന്ധങ്ങൾക്കിടയിലാണ് നമ്മൾ കാഠ്മണ്ഡുവിൽ നിന്ന് ഈ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഒരു കാലത്ത് ഇന്ത്യയും നേപ്പാളും തമ്മിൽ വളരെ വലിയൊരു സൗഹൃദമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും ആ സൗഹൃദം തന്നെയാണ് എന്നാണ് ഈ സർക്കാർ വൃത്തങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും എന്തുകൊണ്ടാണ് ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് നേരെ ഈ ഇത്തരത്തിലൊരു പ്രതിഷേധങ്ങൾ നേപ്പാളിൽ നിന്ന് ഉയരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നോടൊപ്പം ദീർഘകാലമായി കാഠ്മണ്ഡുവിൽ സ്ഥിരതാമസമാക്കിയ മലയാളിയായ രഞ്ജൻ ജയചന്ദ്രനുണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം, ഇന്ത്യ നേപ്പാൾ ബന്ധത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിള്ളൽ ഉണ്ടായിട്ടുണ്ടോ? അതാണോ ഈ പ്രതിഷേധത്തിന് കാരണമെന്നതാണ്. രഞ്ജൻ, എന്താണ് ഈ ഇന്ത്യക്കാരോട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിഷേധത്തിന് കാരണം? ഇന്ത്യ നേപ്പാൾ ബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിള്ളൽ ഉണ്ടായി? ഇന്ത്യ നേപ്പാൾ ബന്ധത്തിൽ അങ്ങനെ വിള്ളൽ ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേപ്പാളികൾക്ക് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം ഇന്ത്യ അവർക്ക് അവരുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനമാണെന്ന്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നേപ്പാൾ എന്നുള്ള രാഷ്ട്രം ഇവിടെ പ്രത്യേകിച്ച് വളരെ കുറച്ച് ഉൽപ്പാദനങ്ങൾ മാത്രമേ ഉള്ളൂ. ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലൂടെ റോഡ് മാർഗത്തിലൂടെ കടന്നു വന്ന് വരുന്ന ഓവർസീസ് ഇമ്പോർട്ടുകൾ, ഇതിലൂടെയാണ് നേപ്പാളിൻ്റെ കൺസംഷൻ പോകുന്നത്. അതുകൊണ്ട് അത് വ്യക്തമായിട്ട് നേപ്പാളികൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ത്യയുമായി അങ്ങനെ ഒരു പ്രശ്നം വരില്ല. പിന്നെ ഇവിടെ മാധ്യമങ്ങൾ നേരിടുന്ന പ്രശ്നം, ഇന്ത്യൻ മാധ്യമങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവർക്ക് ഇന്ത്യൻ മാധ്യമങ്ങളോട് ഉണ്ടാകുന്ന പ്രതിഷേധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ ഇവിടെ അതിൻ്റെ യഥാർത്ഥ ചിത്രമല്ല എന്ന് ഇവർ വിശ്വസിക്കുന്നു. അതായത് ആദ്യത്തെ ദിവസത്തെ അനിഷ്ട സംഭവങ്ങൾ അല്ലെങ്കിൽ കലാപം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ മീഡിയ രണ്ടാമത്തെ ദിവസം ഈ ജെൻസി വിഭാഗം അല്ലെങ്കിൽ യുവാക്കൾ അവർ രണ്ടാമത്തെ ദിവസം രാവിലെ മുതൽ ഇവിടുത്തെ പല ഭാഗങ്ങളും, ഈ ന്യൂ ബാനേശ്വർ എന്ന് പറയുന്ന പാർലമെന്റ് മന്ദിരം ഉൾപ്പെടുന്ന സ്ഥലം അടക്കം അവർ വൃത്തിയാക്കാൻ തുടങ്ങിയിരുന്നു. അവരത് വൃത്തിയാക്കാനായിട്ട് ഒരു ക്യാമ്പയിനായിട്ട് അവർ ഹാഷ്ടാഗിലൂടെ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുകയും അതിലേക്ക് അവർ ആൾക്കാരെ വിളിച്ചു ചേർക്കുകയും കൂടുതൽ കുട്ടികൾ ഇതിനായിട്ട് വന്നെത്തുകയും അവർ വൃത്തിയാക്കുകയും ചെയ്തു പല റോഡുകളും. അത് ഇന്ത്യൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായില്ല. ഇന്ത്യൻ മീഡിയ ഇവിടുത്തെ കലാപമാണ് കൂടുതലായിട്ടും പർവ്വതീകരിച്ച് ചിത്രീകരിക്കുന്നത് എന്ന് ആണ് അവർ വിശ്വസിക്കുന്നത്. അതാണ് ഈ പ്രതിഷേധത്തിനൊരു കാരണമായി ഇന്ത്യൻ മാധ്യമങ്ങളോടുള്ള പ്രതിഷേധത്തിന് ഒരു കാരണം അതായിരിക്കാം. തീർച്ചയായും ഈ പറയുന്നത് പോലെ, ഈ രഞ്ജൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഇന്ത്യൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിംഗ് ശൈലിയിൽ അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് വസ്തുതാപരമല്ല എന്ന വിമർശനം ഈ ജൻസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉണ്ടായിരിക്കാം. അതായിരിക്കാം ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ കാരണം. എന്തായാലും പല സ്ഥലങ്ങളിലും നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കേൾക്കുന്ന ഒരു പദം ഇന്ത്യൻ മീഡിയ ഗോ ബാക്ക് ടു ഇന്ത്യ എന്നൊക്കെയാണ്. ഇത് ഇത്രയും വലിയൊരു വലിയ പ്രതിസന്ധി, അതായത് ഇതിലൂടെയാണ് ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർ ഈ കാഠ്മണ്ഡുവിൽ ഇപ്പോൾ നേരിടുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതൊക്കെ താൽക്കാലികമാണ് എന്നാണ് പലരും പറയുന്നത്. അത് വൈകാതെ തന്നെ മാറുവാനുള്ള സാധ്യതയും ഉണ്ട്. കാഠ്മണ്ഡുവിൽ നിന്ന് സ്റ്റീഫൻ മാത്യുവിനൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.